കരിയിലക്കുളങ്ങര കുന്നത്തേഴത്ത് കുടുംബക്ഷേത്രത്തിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മധ്യ തിരുവിതാംകൂറിലെ അതിപുരാതന കുടുംബക്ഷേത്രങ്ങളിലൊന്നായ കുന്നത്തേഴത്ത് കുടുംബക്ഷേത്രത്തിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. ശ്രീനാരായണ ഗുരു നിരവധി തവണ സന്ദർശനം നടത്തിയിട്ടുള്ള ഭവനമാണ് കരിയിലക്കുളങ്ങര കരുവറ്റുംകുഴി കുന്നത്തേഴുത്ത് കുടുംബം. ചരിത്രമുറങ്ങുന്ന കരിയിലക്കുളങ്ങര കരുവറ്റുംകുഴി കുന്നത്തേഴുത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ന് നടക്കുകയാണ്. കുന്നത്തേഴുത്ത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് നവോത്ഥാന നായകനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദർ വിശ്രമിച്ച സ്ഥലം എന്നുള്ളതാണ്. അതോടുപരി ഈ പ്രദേശത്തിനാകെ തന്നെ ചൈതന്യവും അതോടൊപ്പം തന്നെ ആശ്രയവും വാരി വിതറിയ ഒരു പുരാതന കുടുംബമാണ് കുന്നത്തേഴുത്ത് കുടുംബം. കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തിന് അല്പം മങ്ങലേറ്റു എങ്കിലും വർത്തമാനകാലത്തിൽ പുതിയ തലമുറ അത് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ തുടക്കമെന്നോണം ഇന്ന് അനന്തശയനത്തിൻ്റെ പ്രതിഷ്ഠ ഇന്ന് നടക്കുകയാണ്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഇതൊരു നവോത്ഥാന ചരിത്രമാണ്. ഇത് ഈ നാടിന് താങ്ങും തണലുമായിട്ട് ആധ്യാത്മിക രംഗത്ത് ശോഭിക്കുക എന്നുള്ളതാണ്. അമ്പലപ്പുഴ പുതുമനയില്ലം മധുസൂദനൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭാഗവതാചാര്യൻ പൂർണ്ണാൽ ബാബു പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രമണിക്കുട്ടി, എം.ആർ. പ്രസാദ്, സജികുമാർ പെരളശ്ശേരിൽ, ഉഷ ശ്രീസായി, അഡ്വക്കേറ്റ് കെ.എസ്. ജീവൻ, സുജാത ടി.എം., ശിവപ്രസാദ് വെളുത്തേടത്ത്, പി.കെ. അജയൻ, ഷാജു ശ്രീകോവിൽ, ഷാജി കാഞ്ഞിരുത്തുമൂട്ടിൽ, സിന്ധു സുഗണൻ, രാഹുൽ, ഹരി മുളവനേത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സി.ഡി. നെറ്റ് ന്യൂസ്, കായംകുളം.